അത്യുഷ്ണവും അതിശൈത്യവും ഒക്കെ ആയിട്ടുള്ള വളരെ എക്സ്ട്രീം ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്ലൈമാറ്റിക് ചേഞ്ച് ഒക്കെ തന്നെ ഇപ്പോൾ അമീബയുടെ കാര്യത്തിലും ഉഷ്ണം കൂടുന്ന ഒരു സാഹചര്യത്തിൽ അത് പെരുകാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ എണ്ണം വളരെയധികം അതിൽ ഓരോ സാമ്പിളിലും തന്നെയുള്ള ഈ അമീബയുടെ എണ്ണം വളരെയധികം കൂടാൻ, അതിന്റെ സാന്ദ്രത വളരെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്കാളെല്ലാം കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മലിനീകരണം തന്നെയാണ്. നമ്മുടെ ജലാശയങ്ങൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 50 ലക്ഷത്തോളം കിണറുകളും അതുപോലെ തന്നെ കുളങ്ങളും ബാക്കി ജലാശയങ്ങളും ഇതെല്ലാം ഉണ്ട്. പതിനായിരക്കണക്കിന് തടാകങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് ഓൾമോസ്റ്റ് ഇതെല്ലാം തന്നെ അതീവ ഗുരുതരമായ ഒരു രീതിയിൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വിസർജ്യങ്ങൾ കൊണ്ട്, ദ്രവമാലിന്യങ്ങൾ കൊണ്ട് വളരെയധികം മലിനമാക്കപ്പെട്ടിരിക്കുന്നു. കിണറുകൾ ഉൾപ്പെടെ, കിണറുകളെ കുറിച്ചുള്ള പഠനങ്ങൾ കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കിടയിൽ പല ഏജൻസികൾ, ഇപ്പം സുനിതാനാരായണന്റെ പഠനം എനിക്ക് തോന്നുന്നു 15 വർഷം മുമ്പായിരുന്നു, അന്നും മുതൽ ഉള്ള എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് 90% കിണറുകളും മലിനമാക്കപ്പെട്ടിരിക്കുന്നു, ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതും വളരെ ഗുരുതരമായ രീതിയിൽ. ഈ രീതിയിലുള്ള ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ആക്ച്വലി അമീബയുടെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു വശത്തുണ്ട്. കാലാവസ്ഥയിലുള്ള മാറ്റം, പരിസ്ഥിതിയിൽ ഉള്ള പ്രശ്നങ്ങൾ, മലിനീകരണം, ഇതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന അമീബിക് മെനിഞ്ചൈറ്റിസ് കേസുകൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പലരുടെയും അവരുടെ ഹാബിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേയൊക്കെ ഉണ്ട്. അതായത് ഇപ്പം വെള്ളത്തിൽ കുളിച്ചതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ വെള്ളം എടുത്ത് മുഖം കഴിയുകൊണ്ട് മാത്രം ഇത് വരണം എന്നില്ല. ഇത് മൂക്ക് ചീറ്റുന്ന രീതിയിൽ ഒരു നേസൽ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ മുങ്ങി കുളിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇപ്പം രോഗികളുടെ നമ്മൾ ആ രീതിയിൽ ഒരു ഡെമോഗ്രഫി പഠനം നടത്തിയാലും ഇതിൽ ആ രീതിയിലുള്ള വ്യത്യാസം കാണാം.